ഉർവശി വിക്കിപീഡിയ നോക്കിയപ്പോഴേ 5 ലാംഗ്വേജിലായിട്ട് 700ഓളം സിനിമകൾ. വിക്കിപീഡിയ പറയുന്നത് വിശ്വസിക്കണ്ട. ഞാൻ പറയേണ്ട ഒരു കാര്യം പറയട്ടെ, എന്താണെന്നറിയാമോ? എൻ്റെ പിറന്നാള് ജനുവരി 25 വരുന്നു, ഫെബ്രുവരി 4 വരുന്നു. എന്നാൽ വെയിറ്റുള്ള എന്തെങ്കിലുമൊക്കെ അയച്ചെന്നാൽ കുഴപ്പമില്ല. ചാനലുകാർ വെറുതെ പറഞ്ഞാളെന്ന് പറഞ്ഞങ്ങ് ഇടുക. 700ഓളം സിനിമകളെന്നാ എഴുതിയേക്കുന്നത്. അത്ര ഉണ്ടായിട്ടുണ്ടോ? അത്രയാണോ? എണ്ണം അറിയാവോ എത്ര സിനിമകളുണ്ടാവും? എന്തുവാ ജോലി ഇരുന്ന് എണ്ണ്. ഞാൻ ചെല്ലുമ്പോഴാ ഷോട്ടിന് വിളിച്ചപ്പോഴാ സത്യേട്ടൻ പറയുന്നത്, ഋഷി എന്തെങ്കിലും ഒരു കറി വയ്ക്കുന്നത് ഇംഗ്ലീഷ് അങ്ങ് പറഞ്ഞു, പൊട്ട ഇംഗ്ലീഷ് അങ്ങ് പറഞ്ഞാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു അതെങ്ങനെ പെട്ടെന്നൊരു കറി, മലയാളത്തിൽ ആലോചിച്ചിട്ട് അതങ്ങ് ഇംഗ്ലീഷിലോട്ട് പറയാമെന്ന് പറഞ്ഞു. ടേക്കെന്നങ്ങ് പ്രഖ്യാപിച്ചു. ഞാൻ അവിടെ സത്യേട്ടൻ ഞാൻ ഒന്നും എന്തെങ്കിലും ഡയലോഗ് അതൊക്കെ വന്നോളും തോന്നുന്നു. ഫിലിമാ അപ്പോൾ നമുക്ക് ഇന്നത്തെ പോലെ കുറേ പരീക്ഷണമൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ അങ്ങ് പറഞ്ഞതാ. പറഞ്ഞ് ടേക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പം മീര പറഞ്ഞു, അയ്യോ ഞാൻ ഉർവശിയെ നോക്കി ഇങ്ങനെ നിന്നുപോയി, എൻ്റെ റിയാക്ഷൻ കൊള്ളത്തില്ലായിരുന്നു, ഒന്നുകൂടെ എടുക്കണം. ഞാൻ പറഞ്ഞു ഒന്നുകൂടെ എടുത്താൽ ഞാൻ കൊല്ലും, കാരണം ഞാൻ എന്താ പറഞ്ഞതെന്ന് എനിക്കേ അറിയാൻ വയ്യ, ഇനി ഒന്നുകൂടെ പറയണോ, അത് നീ വേറെ ഷോട്ട് എടുത്താൽ പറഞ്ഞു. അപ്പോൾ അവസ്ഥയായിട്ട് പറഞ്ഞു വേണമെങ്കിൽ ഇപ്പോൾ മീരയ്ക്ക് വേണ്ടി ഒന്നും. ഞാൻ പറഞ്ഞു ആർക്ക് വേണ്ടി ഞാൻ പറയത്തില്ല, ഞാൻ എന്തോ പറഞ്ഞു എനിക്കറിയാനേ വയ്യ. പിന്നെ ബാക്കിയുള്ളത് വേറെ ടേക്ക് എടുത്തു. കത്തിയെടുത്ത് കുത്തുന്ന പടമാണെങ്കിൽ കത്തിയുമായിട്ട് വരണോ, എന്ത് പോയി പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല. ഞാൻ പിന്നെ എൻ്റെ ഇടയിൽ കൂടെ കയറിയില്ലെന്നുള്ളതേ ഉള്ളൂ. ഒരു ആക്ഷൻ പടമാണ്, അങ്ങനത്തെ സിനിമ കാണുന്നുണ്ടെങ്കിൽ നടന്മാരും തന്നെ അല്ലെങ്കിൽ ആക്ഷൻ കൊണ്ട് വടാന്ന് പറഞ്ഞുകൊണ്ട് വരുമോ? ഇല്ലല്ലോ. ഓരോ വ്യക്തിത്വത്തിനനുസരിച്ചല്ലേ സംസാരിക്കാൻ പറ്റൂ. എല്ലാവരും വളരെ ഗൗരവത്തോടെ സിനിമയുടെ ആന്തോളനങ്ങളിൽ സ്പർശിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇച്ചിരി നേരം ചിരിക്കുക, സന്തോഷിക്കുക, പോവുക, അതാണോ നല്ലത്? അല്ലേ? അത്രയും അത് മാത്രമാണ് നല്ലത്. ഇപ്പം പണ്ടാണെങ്കിലും ചേച്ചി ഇപ്പം ശ്രീനിവാസൻ എന്താ സൗന്ദര്യം ഇല്ലേ എന്ന് മറ്റൊരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അയ്യോ അങ്ങനെയല്ല ചോദിച്ചേ. അതിൻ്റെ ചോദ്യം അവർ ചോദിച്ചത് പലരും അത് മാറ്റി മാറ്റി തെറ്റിദ്ധാരണയാക്കുന്നുണ്ട്. സുരേഷ് ഗോപി, മമ്മൂട്ടി, മോഹൻലാൽ 3 പേരുടെ സിനിമ വന്നാൽ നിങ്ങൾ ആരുടെ സിനിമ ചെയ്യുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിനിടയ്ക്ക് ശ്രീനിവാസിൻ്റെ ഒരു പടമുണ്ട്, അത് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു. മനസ്സിലായോ? അല്ലാതെ സൗന്ദര്യത്തിൻ്റെ കാര്യം ഉദിക്കുന്നില്ല. എനിക്കിഷ്ടമുള്ളവരൊക്കെ സുന്ദരന്മാരും സുന്ദരികളും, എനിക്കിഷ്ടമില്ലാത്തവരൊക്കെ സൗന്ദര്യം ഇല്ലാത്തവരും. അല്ല, അപ്പം എൻ്റെ ചോദ്യം അതായിരുന്നു, ചേച്ചി പറഞ്ഞ വാക്കുകളൊക്കെ ഒരുപാട് എന്നെ പേഴ്സണലി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും എനിക്ക് പേഴ്സണലായിട്ടും ഇഷ്ടമല്ല. എൻ്റെ അടുത്തിരുന്നു ആരെയും ഇങ്ങനെ പിന്നെ കറുത്തിരിക്കുന്നു, ചുവന്നിരിക്കുന്നു, നമ്മൾ എന്തോന്ന് അപ്പോയിൻമെൻറ്റ് എഴുതി കൊടുത്തിട്ടാണോ വെളുത്തിങ്ങനെയൊക്കെ വന്നിരിക്കുന്നത്? നമ്മുടെ കഴിവെല്ലാം ഉണ്ടോ ഇതിനകത്ത്? അപ്പം ജനിച്ച സമയത്ത് ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം, വലിയ കുഴപ്പമില്ലാതൊക്കെ അങ്ങ് പോകുന്നു. കണ്ണിരിക്കുന്നിടത്ത് കണ്ണിരിക്കുന്നു, മൂക്കിരിക്കുന്നിടത്ത് മൂക്കിരിക്കുന്നു, അല്ലേ? അപ്പോൾ അത് എൻ്റെ ക്രെഡിറ്റായിട്ട് കണക്കാക്കി ഞാൻ സൗന്ദര്യനാണ് അല്ലെങ്കിൽ സുന്ദരിയാണ്, അതേകൾ കാണാൻ കൊള്ളാത്തവരാന്ന് എങ്ങനെയാണ് പറയുന്നത്? ആർക്കും പറയാനൊക്കത്തില്ല. എനിക്ക് ഇഷ്ടമല്ല, സിനിമയിലും പറയുന്നത് ഇഷ്ടമല്ല. നായകനെ പൊക്കി പറയാൻ വേണ്ടി കൊമേഡിയനെ വെറും മോശക്കാരനാക്കുന്ന പ്രവണതയുണ്ടല്ലോ, അത് കാലാകാലങ്ങളിൽ ഇങ്ങനെ കണ്ടുവരുന്നുണ്ട്. പക്ഷെ അതുപോലും ഒരു പരിധിക്കപ്പുറം പോയി ആസ്വദിക്കാൻ എനിക്ക് പറ്റാറില്ല. അയാളുടെ ഏരിയയിൽ അയാൾ ഹീറോ അല്ലേ, അയാളുടെ വീട്ടിൽ അയാളുടെ കൂട്ടുകാരുടെ ഇടയ്ക്ക് അയാളുടെ കുടുംബത്തിൽ അവരുടെ മക്കൾക്ക്. അപ്പോൾ അത് കുറേ നേരം കണ്ടുകൊണ്ടിരിക്കും, അച്ഛനെ കളിയാക്കൊണ്ടിരിക്കുന്നത് എത്ര മക്കളാണ് ഇഷ്ടപ്പെടുന്നത്. പിന്നെ അതിപ്പോൾ ഒരു ശീലമായതുകൊണ്ട് പിള്ളേരൊക്കെ അതങ്ങ് കണ്ട് ഇത് ചെയ്യുന്നു. പക്ഷേ പേഴ്സണലി എനിക്കിഷ്ടമല്ല. എങ്കിലും ചേച്ചി സൗന്ദര്യത്തിനെ ഡിഫൈൻ ചെയ്യാൻ പറയുവാണെങ്കിൽ ചേച്ചി എന്തായിരിക്കും പറയാ? അതല്ല ഇപ്പം പറഞ്ഞേ, എനിക്കിഷ്ടമുള്ളവരൊക്കെ സുന്ദരന്മാരും സുന്ദരികളോ, അല്ലാത്തവരൊക്കെ അതും ഇല്ലാത്തവരത് ഞാൻ പറഞ്ഞില്ലേ, അത്രേ ഉള്ളൂ ഡിഫെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് നിങ്ങൾക്ക് പ്രോഗ്രാമിന് എല്ലാവരും എത്തിച്ചേർന്നതിൽ. ആദ്യം തന്നെ ഞങ്ങളുടെ ഫിലിം നന്നായി പോകുന്നതിൻ്റെ സന്തോഷം അറിയിച്ചോട്ടെ. എനിക്ക് തോന്നുന്നു ഞാൻ ഈ സിനിമ എഴുതാൻ തുടങ്ങിയപ്പം അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ സമയത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇത് എത്രത്തോളം നല്ല കഥയാണ്, എത്രത്തോളം തിയേറ്ററിൽ സക്സസ് ആവും നമുക്കറിയാൻ പറ്റില്ല. അതുകൊണ്ടുണ്ടാകുന്ന പ്രഷേഴ്സ് ഒരുപാടുണ്ടായിട്ടുണ്ട്. ഇതൊരു ഫീമെയിൽ ലെഡ് പ്രോജക്റ്റ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ കണ്ടൻറ്റ് അങ്ങനെ ആയതുകൊണ്ട്. അപ്പം അതിൻ്റെ ടെൻഷൻ എനിക്ക് തോന്നുന്നു എനിക്ക് അവസാന സമയത്തേക്ക് എത്തുമ്പം നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഓഡിയൻസാണ്, നമ്മൾ ഒരിക്കലും ഓഡിയൻസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നതിൻ്റെ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ തെളിവാണ് ഇപ്പം ഉള്ളവർക്ക് തിയേറ്ററുകളിൽ ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ എഴുതി തുടങ്ങിയ സമയത്തൊക്കെ ഞാൻ പലവട്ടം ആലോചിച്ചിരുന്നു, 8 വർഷം എടുത്തു ഈ സിനിമയിൽ എഴുതി ഇവിടം വരെ എത്താനായിട്ട്. അപ്പം ആ 8 വർഷത്തിലൂടെയും പല ആൾക്കാരും ഇതിലെത്രത്തോളം ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യും, തിയേറ്ററുകളിൽ അക്സെപ്റ്റ് ചെയ്യുന്നതിനെപ്പറ്റി ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു. ഫൈനലി ഇതിൽ കൂടുതലൊരു റിസപ്ഷൻ ഞങ്ങൾക്ക് കിട്ടാനില്ല. കേരളത്തിലും കേരളത്തിന് പുറത്തുമൊക്കെ ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വളരെയധികം സന്തോഷമുണ്ട്. പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് ഈ പടം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും നമുക്കൊരു ഗ്രേറ്റസ്റ്റ് ആക്ടർ ഉണ്ട്, അവരുടെ പേര് ഉർവശിയാണെന്ന്.
അപ്പോൾ നമ്മളെല്ലാവരോടും പറയായിരുന്നു നമ്മുടെ മെറിൽ സ്ട്രീപ്പും അല്ലെങ്കിൽ നമ്മുടെ അൽപച്ചിനയും ഒക്കെ ഉർവശി മാമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇനി അങ്ങോട്ടെങ്കിലും ഈ പറഞ്ഞ പോലെ മാം പല പ്രാവശ്യവും സൗകര്യപൂർവ്വം സന്തോഷപൂർവ്വം ഒഴിവാക്കിയിട്ടുണ്ട് ഈ സൂപ്പർ സ്റ്റാർ ടാഗ്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കളിയാട്ടത്തിൽ സുരേഷ് ഗോപി എന്താണോ ചെയ്തത്, അല്ലെങ്കിൽ വിധേയനിൽ ശ്രീ മമ്മൂക്ക എന്താണോ ചെയ്തത്, അല്ലെങ്കിൽ ഭരതത്തിൽ ശ്രീ മോഹൻലാൽ എന്താണോ ചെയ്തത്, അതൊക്കെ തന്നെയാണ് ഉള്ളൊടുക്കിൽ ഉർവശി എന്ന നടി ചെയ്തു വെച്ചിട്ടുള്ളത്. ആ റേഞ്ച് അല്ലെങ്കിൽ ഏറ്റവും പുതിയ ഏറ്റവും അപ്ഡേറ്റഡ് വേർഷനാണ്. അപ്പോൾ ഇനി വേണമെങ്കിൽ അടുത്ത സിനിമയ്ക്ക് സൂപ്പർ സ്റ്റാർ ഉർവശി എന്ന് വെച്ച് മാർക്കറ്റ് ചെയ്യാം. എന്തിനാ മക്കളെ അങ്ങനെ അങ്ങനെ സൂപ്പർ സ്റ്റാർ അതൊക്കെ സീസണലായിട്ട് വരുന്നതല്ലേ. നിങ്ങളുടെ ഒരു സ്നേഹം പോരെ എനിക്ക് എവർഗ്രീൻ സ്റ്റാർ എന്നൊരു അവാർഡ് തന്നിട്ട് ആ ടൈറ്റിൽ ഞാൻ ഇടുന്നില്ലെന്ന് പറഞ്ഞാൽ ആ കൺസേൺ എന്നോട് വലിയ പിണക്കത്തില്ല. ഞങ്ങളൊരെണ്ണം ഞങ്ങളുടെ ഇത്രയും വർഷത്തെ അനുഭവത്തിൽ ഞങ്ങൾ ആർക്കും കൊടുത്തിട്ടില്ല. എന്നിട്ട് നിങ്ങളെന്താ നിങ്ങളുടെ ഫിലിമിൽ അത് ഇടാത്തതെന്ന് ചോദിച്ചിട്ട് ഞാനിത് റിലീസായി കഴിയുമ്പോഴേ ഓർക്കത്തുള്ളൂ. അയ്യോ അത് റിലീസായിപ്പോയല്ലോ, ഇനി ആ ടൈറ്റിലെടുത്ത് ഇടാവൂ. അവർ കാണുമ്പോൾ എന്നോട് ചോദിക്കുന്നു. മറ്റുള്ളവരൊക്കെ ഇട്ടോട്ടെ, നിങ്ങളുടെ ഹൃദയത്തിൽ അതുണ്ടായാൽ മതി, ആ സ്നേഹം ഉണ്ടായാൽ മതി. അതേ ഇന്നും നിലനിൽക്കത്തുള്ളൂ. ഇതിലൊരു 100% എന്നെ റെസ്പോൺസിബിൾ ആക്കിക്കൊണ്ടിരുന്നത് ചേച്ചി തന്നെയാണ്. മീൻ ഒബ്വിയസ്ലി ആദ്യം കഥ പറയുമ്പം ക്രിസ്റ്റോനോടുമായിട്ട് ഇങ്ങനെ ഒരുപാട് ഡിസ്കഷൻസും റീഡിങ്സും അഞ്ജു എന്താണ് അഞ്ജു ഇങ്ങനെ എന്നുള്ള കാര്യങ്ങളും അഞ്ജുവിൻ്റെ തീരുമാനങ്ങളെ പറ്റിയിട്ടൊക്കെ സംസാരിക്കും. പക്ഷേ സെറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ സിനിമ കണ്ട എല്ലാവർക്കും അറിയാം, ചേച്ചിയും ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നമ്മളിങ്ങനെ പന്തെറിഞ്ഞ് കളിക്കുന്ന പോലെ ഓരോന്നും പറയുന്നു, പറയാതിരിക്കുന്നു. സോ ചേച്ചിയുടെ മെത്തേഡാണോ ഇനി മെത്തേഡ് ഇല്ലായ്മയാണോ എന്ന് പറയാൻ എനിക്കറിയില്ല. അത് ഭയങ്കരമായിട്ട് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് എന്നെ നമ്മൾ കുറേ പിടിച്ചു വെച്ച് അഭിനയിക്കണം, അല്ലെങ്കിൽ പുറത്ത് കാണിക്കാൻ പാടില്ല, അത് ലീലാമ്മ കാണരുതെന്ന് വിചാരിച്ചിട്ടാണ് പലതും ഉള്ളിൽ ഒതുക്കി പിടിക്കുന്നത്. അതൊക്കെ എനിക്ക് എളുപ്പത്തിൽ വന്നത് ഞാൻ കുറച്ചൊന്ന് റിലാക്സ് ആകുമ്പോഴാണ്. അപ്പോൾ ചേച്ചി ഇല്ലാത്ത സീനിലൊക്കെ ഞാൻ നല്ലോണം ചേച്ചീനെ മിസ് ചെയ്യും. കാര്യം ഞാൻ ഒറ്റയ്ക്കുള്ള സീൻസൊക്കെ ശരിക്കും ആ ഒരു ശരിക്കും നമ്മളെ സ്നേഹിച്ചും നമ്മളുടെ കൂടെ ആ ഒരു കലാസൃഷ്ടിൻ്റെ ഭാഗമാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കോ ആക്ടറിനെ നമുക്ക് കിട്ടുമ്പോൾ, അതും ചേച്ചിയെ പോലെ ഒരു സീനിയർ, ചേച്ചി അത്രയും ജനറസാണ് സെറ്റിൽ, അത് ആരോടാണെങ്കിലും, എന്നോട് മാത്രമല്ല. അപ്പോൾ അത് എന്നെ വളരെയധികം റെസ്പോൺസിബിൾ ആക്കിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ അതെന്നെ ഇനിയും എനിക്ക് ഗുണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചേച്ചി, അപ്പോൾ നമ്മൾ ഈ പടത്തിൻ്റെ റെസ്പോൺസ് എടുത്ത കൂട്ടത്തിൽ കുറേ ആളുകൾ ഇങ്ങനെ പറഞ്ഞു അഭിനയിക്കുന്നവർക്ക് എന്തൊക്കെ അവാർഡ് കൊടുക്കാൻ പറ്റുമോ ആ അവാർഡ് എല്ലാം ഉർവശി ചേച്ചിക്ക് കൊടുക്കണമെന്ന്. അപ്പം ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളിപ്പം അവാർഡ്സിൽ എത്രത്തോളം ചേച്ചി എക്സൈറ്റഡ് ആവാറുണ്ട്? അല്ല, ഒന്നാമത്തെ അവാർഡ് എന്ന് പറയുന്നത് എൻ്റെ ഡയറക്ടർ എന്നോട് പറയുന്ന ഓക്കെയാണ്. അതെനിക്ക് തോന്നുന്നു ആ ഓക്കെ കിട്ടിയില്ലെങ്കിൽ മറ്റേ ഒരു അവാർഡ് കിട്ടിയിട്ടും എനിക്ക് തൃപ്തിയാവത്തില്ല. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന എൻ്റെ ടീച്ചർ എൻ്റെ ഡയറക്ടറാണ്. അദ്ദേഹം എന്ന് പറഞ്ഞു ചേച്ചി ഓക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനം. ചിലപ്പോൾ ക്രിസ്റ്റോ ചിലത് മറന്നു പോയിട്ട് അടുത്ത് ക്യാമറാമാൻ്റെ അടുത്തോട്ട് പോകും, ടേക്ക് കഴിഞ്ഞ് എന്നെ നോക്കാതെ. അയ്യോ അപ്പം ഞാൻ ചെയ്ത് ഓക്കെ ആയില്ലേ, ഈ പയ്യൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ ഞാൻ അടുത്ത് വരുന്നത് ഓക്കെയാണോ, ചേച്ചി ഓക്കെയാണ്, ഞാൻ അതല്ല, ഞാൻ ആ ട്രാക്ക് വന്നതിൻ്റെ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവിടെ പോയി പറഞ്ഞൂടെ. അപ്പോൾ അതാണ് എൻ്റെ ഫസ്റ്റ് അവാർഡ്. പിന്നെ നിങ്ങളൊക്കെ പറയുന്ന സെക്കൻഡ് അവാർഡ്, അതും കഴിഞ്ഞ് കിട്ടുന്ന ഒരു പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ മാർക്കാണ് പിന്നെ കിട്ടുന്ന അവാർഡ്. കിട്ടിയാൽ സന്തോഷം, കിട്ടിയില്ലെങ്കിൽ അതിലും സന്തോഷം. ഈ നോമിനേഷനിലൊക്കെ വന്നിട്ട് പിന്നെ അത് നിരസിക്കപ്പെടുക അല്ലെ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പം ചേച്ചി അതിനെ എങ്ങനെയാണ് നോക്കിക്കാണാറ്? എനിക്ക് സ്റ്റേറ്റ് അവാർഡുകളൊന്നും അങ്ങനെ നിരസിക്കപ്പെട്ടിട്ടില്ല. കാരണം നിങ്ങളൊക്കെ ഇങ്ങനെ ചാർത്തി തന്നതിന് ശേഷം എനിക്ക് നിവൃത്തിയില്ലാതെ അറിയേണ്ടി വന്നിട്ടുമുണ്ട്. 4ാമത്തെ വർഷം തുടർച്ചയായിട്ട് 3 വട്ടം കിട്ടിയിട്ട് 4ാമത്തെ വർഷം ജൂറി പറഞ്ഞു ഉർവശി അഭിനയിക്കുന്ന സമയത്ത് വേറെ ആർക്കും കിട്ടത്തില്ല, അതുകൊണ്ട് ഈ വർഷം മാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ 5ാമത്തെ വർഷം എനിക്ക് തന്നെ. അപ്പോഴും നമുക്ക് പരാതിയൊന്നുമില്ല. അപ്പം നാഷണൽ അവാർഡിന് പോയപ്പം അവിടുത്തെ ചില എന്താ പറയുക ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട പടം ചെയ്യുന്ന ഡയറക്ടേഴ്സ് പറഞ്ഞു ഇവരെന്തിനാണ് കൊണ്ടുവന്ന് ഈ 2ാം കിട 3ാം കിട മലയാള സിനിമയ്ക്ക് വേണ്ടി ഇവരുടെ പെർഫോമൻസ് വേസ്റ്റ് ചെയ്യുന്നതെന്നൊരു ചോദ്യം ചോദിച്ചു. അതെന്നെ വല്ലാതെ ഹേർട്ട് ചെയ്തു. കാരണം ആരും കാണാത്ത കുറച്ച് സിനിമകൾക്ക് വേണ്ടിയുള്ള അവാർഡ്സ് അല്ല ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. മഴവിൽ കാവടി മുതൽ അച്ചുവിൻ്റെ അമ്മ ഉൾപ്പെടെയുള്ളത് കൊമേഴ്ഷ്യലി ഹിറ്റ് ഫിലിംസാണ്. അതെന്നെ ഏറ്റവും നന്നായിട്ട് സന്തോഷിപ്പിച്ചിട്ടുണ്ട്. കാരണം ഞാൻ പടം ചെയ്യുന്ന പ്രൊഡ്യൂസർ നന്നാവണേ ഈശ്വര എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഷോട്ടിന് നിൽക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ ഒരു അഭിപ്രായം ഒരിക്കലും പാടില്ല. ജനകീയ സിനിമ എടുക്കുന്ന നിസ്സാര കാര്യമാണോ അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു കമൻറ്റ് വന്നപ്പോൾ ഞാൻ പിന്നെ അത് മൈൻഡ് ചെയ്യാതായി. ഇപ്പോഴും തന്നെ പറയുന്നു, കിട്ടിയാൽ സന്തോഷം, കിട്ടാത്തതിനെക്കുറിച്ച് ഒരു വിഷമവുമില്ല. കാരണം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന എനിക്ക് കിട്ടിയ ജീവിതം ബോണസാണ്, ഞാൻ ആഗ്രഹിച്ച് വന്നതല്ല. അപ്പോൾ എല്ലാം കൊണ്ടും സന്തോഷം, പിന്നെ ഒരു പരാതിയില്ല. ഞാൻ ഔട്ട് ഓഫ് സിലബസ് കഴിഞ്ഞു, നോട്ട്ബുക്കും കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഒരു
കുറച്ചൊരു ക്ലാരിറ്റി കിട്ടിയത് എനിക്ക് അഭിനയം തന്നെ മതിയെന്ന്. അതുവരെ അപ്പോഴും അച്ഛനും അമ്മയും പുറത്ത് വേറെ ഏതെങ്കിലും കോഴ്സിന് പോകേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് വിനോദയാത്രയായി, പൂ വന്നു. അപ്പോൾ ഓരോന്നും കഴിയുമ്പോൾ കുറേയും കൂടെ ക്ലാരിറ്റിയാണ്. ഒരു റോള് കിട്ടുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പോഴും എനിക്ക് ആ കാലഘട്ടം ഉണ്ടല്ലോ, അതിപ്പോഴും 18 വർഷമായി, പക്ഷേ എനിക്ക് ആ കാലഘട്ടത്തിലുള്ള ഞാൻ തന്നെയാണ് എൻ്റെ ഉള്ളിൽ ഞാൻ. എനിക്കിപ്പോഴും അത് മാറിയിട്ടില്ല. അത് എത്ര എന്താ പറയുക ഉയർച്ചയും താഴ്ചയൊക്കെ വന്നു പോയാലും ഇപ്പോഴും എനിക്കൊരു കഥാപാത്രം കിട്ടുമ്പോൾ അത് ആ കഥയ്ക്കൊരു കോൺസിക്വൻഷ്യൽ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണെന്ന് കിട്ടിയാൽ മതി. അത് 2 സീനാണെങ്കിലും 5 സീനാണെങ്കിലും എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ആ കഥയിൽ ഈ ഒരു കഥാപാത്രം വന്ന് പോയതിൻ്റെ ഒരു ചായ്വ് അല്ലെങ്കിൽ ഒരു തിരയടിച്ച് പോകുന്ന പോലെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത് ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ഒരു ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടുന്നൊരു ചാൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു ക്രൂവിൻ്റെ കൂടെ. അഞ്ജലീനൊക്കെ ഞാൻ ഒരുപാട് കത്തെഴുതിയും ഇമെയിൽ എഴുതിയും ലിങ്ക്ഡിൻ്റെ ലിങ്ക് അയച്ചും ഒക്കെയാണ് ഞാൻ എങ്ങനെയൊക്കെ ആ റോൾ എനിക്ക് കിട്ടിയത് ബാംഗ്ലൂർ ഡേയ്സിൽ. അപ്പം ഇപ്പോഴും അതേപോലെയാണ്. ഇപ്പോഴും ഒരു ക്യാരക്ടർ കിട്ടുമ്പം ഞാൻ ആളല്ല അതിൻ്റെ വലുപ്പം ചെറുപ്പം തീരുമാനിക്കാൻ എന്നുള്ളതാണ്. എനിക്കെന്ത് ചെയ്യാൻ പറ്റും, എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, അത് മാത്രമേ നോക്കുന്നുള്ളൂ. പിന്നെ ഓഫ് കോഴ്സ് ദ പൊളിറ്റിക്സ്, അതുമായിട്ട് ഞാൻ അലൈൻഡ് ആണോ, കഥയുടെയും കുറച്ചും കൂടെ കഥേൻ്റെയും കുറച്ചും കൂടെ വിടാം. പക്ഷേ ഡയറക്ടറിൻ്റെ വിഷനുമായിട്ട് ഒന്ന് യോജിച്ച് തന്നെ നിൽക്കണം. ആ ഒരു ഡിസ്കണക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ സെറ്റിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു പ്ലാനും ഇല്ലാതെ ജീവിക്കണം എന്നുള്ളതാണ് പ്ലാൻ എന്നുള്ളതാണ് എൻ്റെ ഒരു മെയിൻ സ്ട്രാറ്റജി. അത് തുടക്കം മുതലേ അങ്ങനെയാണ്. ചേച്ചി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, സിനിമ നമ്മൾ തിരഞ്ഞെടുക്കണം, നമ്മൾക്കായിട്ടത് ചെയ്യാൻ പറ്റില്ല എത്ര നമ്മൾ പ്ലാൻ ചെയ്താലും. ഈ സിനിമ വന്നത് 2018 ക്രിസ്റ്റോനെ മീറ്റ് ചെയ്തു, 22 ഷൂട്ട് ചെയ്തത്. അപ്പം ഞാൻ എത്ര വിചാരിച്ചാലും 22 എനിക്കത് ഇറക്കാൻ പറ്റില്ല. 23 എത്ര ആഗ്രഹിച്ചിട്ടും എനിക്ക് ഇറ്റ്സ് നോട്ട് ഇൻ മൈ ഹാൻഡ്സ്. അതിനൊരു സമയം പറഞ്ഞിട്ടുണ്ട്, അത് ഇപ്പോഴായിരുന്നു. അത് എന്തൊരു നല്ല സമയമാണെന്നും കൂടിയാണ്. ഈ വർഷം മലയാള സിനിമയ്ക്ക് ഒരു വലിയൊരു ഇങ്ങനെ കോരിച്ചൊരിയുന്ന ബ്ലെസ്സിങ്സാണ്. ഫസ്റ്റ് റിലീസ് മുതൽ ജാനുവരി 7 ആട്ടം മുതൽ ഇപ്പോൾ വരെ നോക്കുകയാണെങ്കിൽ പ്രേക്ഷകർക്കും ആ ഒരു ഊർജ്ജം പ്രേക്ഷകരിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. സോ കറക്റ്റ് സമയത്തിന് നമുക്കത് റിലീസ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ്. പിന്നെ ഞാൻ ഈ ചെയ്യാതിരിക്കുന്ന സമയത്ത്, മലയാളത്തിൽ സിനിമ ചെയ്യാത്ത സമയത്ത് ഞാൻ തമിഴിലും ഹിന്ദിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ ദൈർഘ്യവും അത് ഫിനിഷ് ചെയ്യുന്നതിൻ്റെ ആ ഇടവേളയാണ് സത്യം പറഞ്ഞാൽ വരുന്നത്. പക്ഷേ വിഷ്ണു ആലോചിച്ചാൽ പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാണ്. ഒരു വർഷത്തിൽ 1-2 സിനിമയെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. അതിന് വേറൊരു നാരേറ്റീവ് ഇല്ല സത്യം പറഞ്ഞാൽ. ഞാൻ ഒരിക്കലും മലയാളം വിട്ടിട്ടോ ഒരു ഇടവേള ഞാനായിട്ട് ആഗ്രഹിക്കില്ല എന്തായാലും, ഫോർ ഷുവർ. ഈ മരിക്കുന്ന സീനിൽ പെട്ടിയിലല്ലേ കിടത്തിയിരിക്കുന്നത് കുറേ സീൻസിൽ. അപ്പോൾ ഞാനാണ് നോക്കിയിരുന്ന് കരയേണ്ടത്. അപ്പോൾ പ്രശാന്ത് വളരെ കാര്യമായിട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും. നമ്മളിങ്ങനെ സിമ്പതിയോടുകൂടി ഇങ്ങനെ നോക്കുമ്പോൾ ചേച്ചി ഒരു മിനിറ്റ് ഒന്ന് ചൊറഞ്ഞോട്ടെ ഇങ്ങനെ. അപ്പോൾ പിന്നെ നമ്മുടെ മുടങ്ങ് പോവും. ഞാൻ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്നെങ്കിലും തമാശ പറയാൻ നോക്കിയിരിക്കുക. എനിക്ക് എന്നിട്ട് ഓരോ ഷോട്ട് കഴിയുമ്പോഴും സെൻറ്റിമെൻ്റലായിട്ട് നമ്മൾ അങ്ങനെയുള്ള ഷോട്ട്സ് കഴിയുമ്പോൾ ലാസ്റ്റ് എണീറ്റിരുന്ന് ഒന്ന് ചിരിച്ച് കൈയടിച്ചിട്ട് വേണം അങ്ങനെ ഒരു സെൻറ്റിമെൻറ്റ്സ് പറയും ക്യാമറയുടെ മുമ്പിൽ മരിക്കുന്ന സീൻ എടുക്കുമ്പോൾ. പക്ഷേ ഇത് കുറേ ദിവസം ഈ പയ്യനത് എടുക്കാനേ നേരമുള്ളൂ. എപ്പോൾ നോക്കിയാലും പ്രശാന്തിൻ്റെ സീൻ എടുക്കുമ്പോൾ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. പക്ഷെ ഞാൻ വിചാരിച്ചു പ്രശാന്ത് മതി കിടക്കത്തില്ല മോർച്ചറിയിലെന്ന്. ഒന്നൊരു ഒബ്ജക്ഷൻ പറയത്തില്ല ആക്ടർ ആകുമ്പം. മോർച്ചറി ഞാൻ കിടക്കണോ സാർ, അത് വേണ്ടാന്ന്. പക്ഷെ അതുപോലും പറഞ്ഞില്ല. ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ പയ്യൻ. ചേച്ചി ഇപ്പോൾ ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും ഈ ഉള്ളൂർക്ക് പോലുള്ള സിനിമകളൊക്കെ ഇഷ്ടമാണ്. ഞങ്ങൾക്ക് കാണാൻ ഇപ്പുറത്ത് ഇഷ്ടമുള്ളൊരു ഉർവശി ഉണ്ടല്ലോ, ഭയങ്കര ഓണായിട്ട് ഈ ഫസ്റ്റ് ഷോട്ട് മുതൽ ലാസ്റ്റ് ഷോട്ട് വരെ ഭയങ്കര ചിരിപ്പിച്ച് എൻ്റർടൈൻ ചെയ്യിക്കുന്ന അങ്ങനത്തെ ഒരു സിനിമ അടുത്ത് തന്നെ ഉണ്ടാവും. എങ്ങനെയാണ്? ഒരു പരിധിവരെ ചിരിക്കാനുള്ള സിനിമയായിരിക്കും ഞാൻ ഓൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൽ ജഗദമ്മ 7th B സ്റ്റേറ്റ് ഫസ്റ്റ് എന്ന് പറഞ്ഞ സിനിമ. ഞാൻ പിന്നെ നമ്മുടെ ഈ പടത്തിൻ്റെ ഇടയ്ക്ക് അത് കൊണ്ടുവരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് പേഴ്സണലി 2 ക്യാരക്ടേഴ്സും ചെയ്യുന്ന ഇഷ്ടമാണ്. പക്ഷേ എന്നെ കുറച്ച് സമയത്തേക്കെങ്കിലും ആ ഷോട്ട് ഞാൻ അറിയാതെ എൻ്റെ ഡയറക്ടർക്ക് വിധേയപ്പെട്ട് ഞാൻ ചെയ്യുന്ന ഷോട്ടുകളായതുകൊണ്ട് ഇത് രണ്ടും എന്നെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇമോഷണലായിട്ടുള്ള സിനിമകൾ കഴിയുന്നതും മാറ്റി നിർത്തുന്നത്. എനിക്ക് പക്ഷേ എന്താണെന്ന് എനിക്കെന്ന് മാത്രമല്ല എല്ലാ ആക്ടേഴ്സിനും ഫ്രഷ് ആക്കുന്നത് ഇപ്പം
പറഞ്ഞ പോലത്തെ ക്യാരക്ടേഴ്സാണ്. അത് ഇഷ്ടമാണ്, ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷേ ഫീമെയിൽ കോമഡി എന്ന് പറയുന്നത് എഴുതാനിപ്പോൾ എത്ര ആൾക്കാരുണ്ടെന്ന് എനിക്കറിയില്ല. പണ്ട് അതിനുള്ള ഡയറക്ടേഴ്സ് ഒരുപാട് പേരുണ്ടായിരുന്നു, താല്പര്യമുള്ളവരുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അതിനുള്ള ഇനി ആൾക്കാർ കുറഞ്ഞിട്ടാണോ അതോ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ വിചാരിക്കും ഇപ്പോഴത്തെ നടികളൊക്കെ കഴിവുള്ളവരുണ്ട്, അവരെ ഒന്നും വെച്ച് ഞാനൊക്കെ ചെയ്തിട്ടുള്ള ഇതിൽ എന്തുകൊണ്ടാണ് അവരെ ട്രൈ ചെയ്യാത്തത് ഞാൻ ആലോചിക്കും. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരുപാട് സീൻസ് ഉണ്ട് ഫിലിമിൽ. ഞാൻ എഴുതി വെച്ചതിനെക്കാട്ടിലൊക്കെ അത് സംഭവിക്കുന്ന കാണുമ്പം തന്നെ ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യപ്പെട്ട സീൻ. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ ഈ പറഞ്ഞ ഒരു ചേച്ചിയുടെ സിംഗിൾ ഷോട്ട്, അങ്ങനത്തെ ഒരു സീനാണ്. അവിടെ വന്നിരുന്ന് ചേച്ചി അത് പറഞ്ഞ് ഞങ്ങൾ ഫോക്കസൊക്കെ എടുത്തു. ഞങ്ങൾ കുറേ ഷോട്ട്സൊക്കെ പ്ലാൻ ചെയ്തിട്ട് വന്നതാണ്. പക്ഷേ ചേച്ചി ടേക്ക് തന്നതിന് ശേഷം ഞങ്ങളൊക്കെ സ്റ്റണ്ടായിപ്പോയി. പിന്നെ അടുത്ത ഷോട്ട്സൊക്കെ എല്ലാം മറന്നിട്ട് ചേച്ചിയോട് പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സെപ്പറേറ്റ് ആണ് ഷോട്ട്സ് എടുത്തത്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫിലൊരു പ്രാർത്ഥനയുടെ ഒരു രംഗവും ഇവർ രണ്ടുപേരുമുള്ള രംഗവും ഞാൻ എഴുതി വെച്ചു. അതെനിക്ക് ഇഷ്ടമുള്ള രംഗമായിരുന്നു. പക്ഷെ അത് ഫസ്റ്റ് ഷോട്ടിൽ, വൈറ്റ് ഷോട്ടിൽ ആ സീൻ മൊത്തം കാണുമ്പം ഞാൻ എഴുതി വെച്ചതിനെക്കാട്ടിലൊക്കെ എത്ര മേളിൽ അതെത്തി എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരുപാട് സീൻസ് ഉണ്ട് ഫിലിമിൽ. പിന്നെ എനിക്ക് തോന്നിയത് രണ്ടുപേരും ചേച്ചിയാണെങ്കിലും പാർവതിയാണെങ്കിലും രണ്ട് തരത്തിലുള്ള ആക്ടേഴ്സാണ്. പക്ഷേ നമ്മൾ എഴുതി വെച്ചതിനെയൊക്കെ എന്താ പറയുന്നത്, നമ്മൾ എഴുതി വെച്ചതിനെക്കാട്ടിൽ അപ്പുറം എത്തിക്കാൻ പറ്റുന്ന രണ്ട് ആൾക്കാരാണ്. ഇതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ആദ്യകാല സമയത്ത് ഞാൻ ഒരു ചെറിയൊരു റീഡിങ് സമയത്ത് പാർവതി ഈ ഡയലോഗ് വായിച്ചപ്പം എനിക്ക് കിട്ടിയൊരു ഫീലുണ്ട്. നമ്മൾ എഴുതി വെച്ച കാര്യം ആദ്യമായിട്ട് ജീവൻ വെക്കുന്നു എന്നൊരു തോന്നൽ വന്നത് പാർവതി അത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഇങ്ങനെ രണ്ട് ആക്ടേഴ്സിനെ കിട്ടുക തന്നെ ആണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം. അപ്പോൾ എല്ലാ സിനിമയിലും അത് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ജോലി ഭയങ്കര എളുപ്പമായി മാറും. അപ്പോൾ അങ്ങനെ സംഭവിക്കട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. പാർവതി ചേച്ചി, ഈ പടത്തിലെ അഞ്ജു എന്ന് പറഞ്ഞ കഥാപാത്രം ഭയങ്കര പെയിന് ഉള്ളിലൊതുക്കി ഒന്ന് ചിരിക്കാൻ പോലും പറ്റാത്ത അങ്ങനത്തെ ഒരു കഥാപാത്രമാണല്ലോ. ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്ന നമുക്ക് പോലും എന്താ പറയുക, കണ്ട് കഴിഞ്ഞിട്ടും പെയിന് മാറുന്നില്ല, എന്തോ ഒരു കനമുള്ളതുപോലെ മനസ്സിൽ. അപ്പോൾ ആ കഥാപാത്രം എപ്പോഴെങ്കിലും ചേച്ചിയെ പേഴ്സണലി എഫക്റ്റ് ചെയ്തതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഏയ്, ഒട്ടുമില്ല. അല്ല, ശരിക്കും എനിക്ക് ആദ്യമായിട്ട് ക്രിസ്റ്റോ കഥ പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് മൂടി വെക്കാൻ ശ്രമിച്ചിട്ടുള്ള എൻ്റെ ഒരു റിയാക്ഷൻ അത്രയും ഞാൻ ഷോക്ക്ഡ് ആയിരുന്നു. കാര്യം നമ്മൾ അത്രയും ഓണസ്റ്റായിട്ട് ഒരു രീതിയിലുള്ള കലർപ്പും ഇല്ലാതെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ കഥാപാത്രം ഞാൻ വായിച്ച് കണ്ടിട്ടില്ല. ഇതിന് മുമ്പ് ആക്ച്വലി ടേക്ക് ഓഫ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സമീറയെ പറ്റിയിട്ട് ഫിലിം ക്രൂവിലുള്ള തന്നെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ സമീറനെ, സമീറ ഒട്ടും ചിരിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ മഹേഷ് സമീറനെ ഡിഫെൻഡ് ചെയ്തത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതായത് ചിരിപ്പിക്കാനും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള ഉള്ളത് സമീറയെ പോലെയുള്ള സ്ത്രീകളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നതെന്നും പറഞ്ഞ് അതിന് ഞാൻ ഒന്ന് കേട്ടിരുന്നു എന്നേ ഉണ്ടായിരുന്നുള്ളൂ. സിമിലർ തിങ് ഫോർ ക്രിസ്റ്റോ. എൻ്റെ വിശ്വാസം ക്രിസ്റ്റോ കണ്ടു വളർന്നിട്ടുള്ള സ്ത്രീകളെ ശരിക്കും ഒബ്സേർവ് ചെയ്തും മനസ്സിലാക്കിയിട്ടുമാണ് എഴുതിയത്. അതിലുപരി അതെനിക്കും ചേച്ചിക്കും ആ കഥാപാത്രങ്ങൾ കിട്ടുമ്പം അത് പിന്നെ ഐ തിങ്ക് ഗ്രെറ്റ ഗർവിഗ് പറഞ്ഞിട്ടുണ്ട്, വെൻ യു കാസ്റ്റ് പീപ്പിൾ ട്രസ്റ്റ് ദെം, പിന്നെ കൊടുക്കൂ, അത് അവരുടെയും കൂടെ ആണെന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അത് ക്രിസ്റ്റോ റിയലി ഡിഡ് ദാറ്റ്. പക്ഷേ ഓരോ ദിവസവും നമ്മൾ സെറ്റിൽ ചെല്ലുമ്പോൾ എത്ര നമ്മൾ റിലാക്സ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും കുറച്ച് ബാക്കി ഉണ്ടാവും. അപ്പോൾ ഓരോ ദിവസത്തിൻ്റെയും ഇങ്ങനെ മറ്റേ ഡെപ്പോസിറ്റ് പോലെ അതിങ്ങനെ കയറി വരുമായിരുന്നു. അത് കഴിഞ്ഞ ഉടനെ ഞാൻ പിന്നെ എന്താ പറയുക, ഒരു യാത്രയ്ക്ക് പോയി ഇമ്മീഡിയറ്റ്ലി ഷൂട്ട് കഴിഞ്ഞിട്ട് ആ കനം ഒന്ന് ലൈറ്റാക്കാൻ വേണ്ടി. പക്ഷേ എനിക്ക് ക്ലൈമാക്സ് ആണ് എൻ്റെ ഫേവറേറ്റ്. അതുകൊണ്ട് തന്നെ ആ കനം കുറച്ചൊന്ന് കുറഞ്ഞു ആ ഷൂട്ട് കഴിഞ്ഞ സമയത്ത്. കാര്യം അവിടെ ഫൈനലി അഞ്ജുവിനൊരു കിട്ടേണ്ടതാണ്, അഞ്ജുവിന് ആ ഒരു സേഫ് സ്പേസ് കിട്ടി എന്നുള്ളൊരു സമാധാനം എനിക്കുണ്ട് അഞ്ജുവിന് വേണ്ടിയിട്ട്. ചേച്ചി ഇവിടെ ചേച്ചി ഇതുപോലെ തന്നെ വളരെ ഇപ്പം ഉള്ളൊഴുക്ക് പോലെ തന്നെ വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു ജയ ബേബി. വളരെ എല്ലാവർക്കും ഭയങ്കര അഭിപ്രായം പടം ഇറങ്ങിയ സമയത്തൊക്കെ വന്നിരുന്നു. പക്ഷെ ആ പടത്തിന് പ്രതീക്ഷിച്ച ഒരു അപ്രിസിയേഷനും ചേച്ചിക്ക് കിട്ടാതെ പോയി എന്ന് തോന്നുന്നുണ്ടോ? ഒരു വൈഡായിട്ട് കിട്ടിയില്ല എന്ന് തോന്നുന്നുണ്ടോ? അല്ലാതെ എന്ത് പറ്റിയെന്നറിയാവോ, ആ പടവും നമ്മുടെ ഈ ഉള്ളൊഴുക്കിന് മുൻപേ ഷൂട്ട് ചെയ്ത അത് 2021 ഷൂട്ട് ചെയ്ത ഫിലിമാണ് അത്. പിന്നെ 22 എൻ്റെ ബാലൻസ് കുറച്ച്. അപ്പോൾ ആ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന ഒരു അനക്കമുണ്ടല്ലോ, എല്ലാവർക്കും ഇങ്ങനൊരു പടം നടക്കുന്നുണ്ട്, പാരഞ്ചത്തിൻ്റെ ടീമാണ്,
അതെല്ലാവർക്കും അറിയാമായിരുന്നു. പിന്നെ കുറേ സൈലൻ്റ് ആയ ഫിലിം, പിന്നെ പെട്ടെന്ന് കൊണ്ടുവന്ന് റിലീസ് ചെയ്യുക ചെയ്തത്. അപ്പോൾ രഞ്ജിത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഫാമിലി ഇത്രയധികം ഏറ്റെടുക്കുന്ന ഒരു സിനിമയായിരിക്കുമെന്ന്. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പം സാധാരണ ഇപ്പം കാല, കപാലി അങ്ങനെയുള്ള വലിയ ഫിലിംസിന് കൊടുക്കുന്ന പ്രൊമോഷനൊന്നും അദ്ദേഹം ചെയ്തില്ല. പെട്ടെന്ന് റിലീസ് ചെയ്തു. പക്ഷെ പിന്നെ അങ്ങോട്ട് തിയേറ്ററിൽ വന്നതിന് ശേഷമുള്ള അതിൻ്റെ വെൽക്കം ചെയ്ത രീതിയും പിന്നെ അത് ഒരുപാട് ഫാമിലി ഓഡിയൻസിനെ കാണുകയും ചെയ്തതോടുകൂടി അവരാകെപ്പാട് പിന്നെ അങ്ങോട്ട് പ്രൊമോഷന് വേണ്ടി ശ്രമിക്കുമ്പോഴത്തേക്കും പടം രണ്ടാമത്തെ ആഴ്ചയായിരുന്നു. ആമസോണിൽ വന്നതിന് ശേഷമാണ് അവർ റിയലൈസ് ചെയ്തത് അത് ഇത്രയും ഓഡിയൻസ് കണ്ട ഒരു ഫിലിമാണെന്നുള്ളത്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു ആക്ട്രസ് എന്നുള്ള നിലയ്ക്ക് തമിഴിൻ്റെ അടുത്ത സമയത്ത് കിട്ടിയ ഏറ്റവും നല്ലൊരു ക്യാരക്ടറാണ്. ആ രീതിയിൽ നല്ല രീതിയിൽ തന്നെ സ്വീകരിച്ചു എല്ലാവരും. ആദ്യമായിട്ട് എൻ്റെ സൗണ്ട് ഡിസൈനെ പറ്റി സംസാരിക്കാം. സൗണ്ട് ചെയ്തിരിക്കുന്നത് ജയദേവൻ ചക്കാടത്തും അനിൽ രാധാകൃഷ്ണനുമാണ്. ജയദേവൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരുപാട് സീനിയറായിട്ടുള്ള ഒരാളാണ്. ഞാൻ നാട്ടിൽ വന്നിട്ട് കുമ്പളങ്ങിയുടെ സമയത്താണ് ആദ്യമായിട്ട് ജയദേവനെ ഇതിൻ്റെ സൗണ്ടിനെ പറ്റി സംസാരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങിയ സമയത്ത് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. കുറച്ച് സമയത്ത് നമുക്കൊരു ലിമിറ്റഡ് ടൈം ഉണ്ടായിരുന്നു ഷൂട്ട് ചെയ്യാനായിട്ട്. മൺസൂൺസിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏത് സമയത്ത് മഴ പെയ്യാം. പിന്നെ പല സീനുകളിലും മഴയുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കാണാൻ പറ്റും, വിൻഡോയുടെ പുറത്തുമൊക്കെ മഴയുണ്ട്. അപ്പോൾ റെയിൻ മെഷീൻസ് ഒരുപാട് സീനുകളിൽ ഉപയോഗിക്കണം. പിന്നെ വീടിൻ്റെ മേളിൽ മഴ പെയ്യുന്ന സൗണ്ട് വരും. ഇത്രയുമൊക്കെ ചലഞ്ചസ് ഉണ്ടായിരുന്നു ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പം ഷൂട്ടിങ്ങിന് മുമ്പ് പ്രൊഡക്ഷനും ഒക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നമുക്ക് സിങ്ക് സൗണ്ട് വേണോ, അത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കില്ലേ പ്രോസസ്സ് എന്നൊക്കെ. പക്ഷേ ഞാൻ ചെയ്ത ഇതുവരെയുള്ള സിനിമകളെല്ലാം സിങ്ക് സൗണ്ടാണ് ചെയ്തത്. അപ്പം സിങ്ക് സൗണ്ട് അല്ലാതെ ഞാൻ സിനിമ ചെയ്തിട്ട് തന്നെ ഇല്ല. അപ്പം ഡബ്ബിങ് ചെയ്യുമെന്ന് പറഞ്ഞാൽ എനിക്കൊരു പേടിയായിരുന്നു. പിന്നെ ഇപ്പം നമ്മൾ കാണുന്ന പെർഫോമൻസിനകത്ത് ഒരുപാട് ന്യൂആൻസസും കാര്യങ്ങളൊക്കെ എനിക്ക് അതുപോലെ തന്നെ വേണമായിരുന്നു. അങ്ങനെയാണ് ഒരു സമയത്ത് JD ആയിരുന്നില്ല ആദ്യം, അത് ഇടയ്ക്ക് വെച്ച് JDക്ക് തിരക്കായത് കാരണം JDക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പിന്നെ ഞാൻ തന്നെ ഷൂട്ടിങ്ങിൻ്റെ കുറച്ച് ദിവസം മുമ്പാണ് JDനെ വിളിച്ച് റിക്വസ്റ്റ് ചെയ്യുന്നത്, ഒന്ന് ചെയ്യാൻ പറ്റുമോ. കാരണം JDനെ പോലെ ഒരാൾ അല്ലെങ്കിൽ അനിലിനെ പോലെ ഒരാൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. കാരണം അവർ ചെയ്ത സിനിമകളൊക്കെ നമുക്ക് നേരത്തെ അറിയാം. അങ്ങനെയാണ് JD വീണ്ടും ഈ സിനിമയിലേക്ക് വരുന്നത്. അപ്പോഴും ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. മഴ കൺട്രോൾ ചെയ്യാനും റെയിൻ മെഷീനൊക്കെ വളരെ ദൂരെ വെക്കണം, അങ്ങനെ ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. ഈവൻ ഇതിൻ്റെ ഡിസൈനിങ്ങിലാണെങ്കിൽ പോലും JDയും അനിലും വളരെ ബ്രില്യൻ്റായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു. അവർ വളരെയധികം ഇൻവോൾവ് ആയിരുന്നു ഓരോ പ്രോസസ്സിലും, ഡബ്ബിങ്ങിൽ, ത്രൂ ഔട്ട് അതിൻ്റെ ഡിസൈൻ എല്ലാം. പിന്നെ ഈ പലരും സിനിമ കണ്ടിട്ട് ഒരുപാട് പേരും അതിൻ്റെ സൗണ്ട് സ്കേപ്പിനെ പറ്റിയൊക്കെ ഭയങ്കരമായിട്ട് സംസാരിച്ചു. അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അവരുടെ അത്രത്തോളം ഒരു എഫേർട്ട് അതിനകത്തേക്ക് പോയിട്ടുണ്ട്. സുഷിൻ പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ സുഷിനും ആദ്യം ഒരു ചലഞ്ചായിട്ട് തോന്നി മഴയുണ്ട്, അപ്പം മ്യൂസിക് എങ്ങനെ അതിൻ്റെ കൂടെ പോകും എന്നൊക്കെ ഉള്ളത്. പക്ഷെ അതൊക്കെ വളരെ നന്നായിട്ട് സുഷിനും JDയും അത് കൈകാര്യം ചെയ്തു. സുഷിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. വളരെ കൃത്യം പറയും എന്ത് ഇമോഷനാണ് വർക്ക് ചെയ്യുന്നത്, എന്ത് ഇമോഷൻ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു സീൻ സുഷിൻ്റെ അടുത്ത് ചെയ്യുമ്പം ഈ ഇമോഷനാണ് എനിക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ സുഷിൻ വർക്ക് ആവുന്നില്ലെങ്കിൽ പറയും ഈ ഇമോഷനോട് കിട്ടുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് എഡിറ്റിങ്ങിലേക്ക് പോയി വീണ്ടും റീവർക്ക് ചെയ്ത് വീണ്ടും സുഷിനിലേക്ക് എത്തും. അതുപോലെ തന്നെ പല സമയത്തും വളരെ ഈ മഴയുടെ സൗണ്ട് എത്രത്തോളം നിർത്തണം എന്നൊക്കെ ഒരുപാട് സംസാരം ഞാനും JDയും തമ്മിലുണ്ടായിട്ടുണ്ട്. വിൻഡോയിൽ കൂടെ നമ്മൾ മഴ കാണുന്നുണ്ട്, പക്ഷേ അപ്പം JDയുടെ ഒരു ടേക്ക് എന്ന് പറയുന്നത് നമ്മളൊരു മുറിയിലാണ്, മഴ പെയ്തു, നമ്മൾ ആദ്യം മഴയുടെ സൗണ്ട് കേൾക്കും. നമ്മളൊരാളോട് സംസാരിക്കുന്നതാണെങ്കിൽ നമ്മൾ ആദ്യം മഴയുടെ സൗണ്ട് കേൾക്കും, പിന്നെ നമ്മുടെ മഴയുടെ സൗണ്ട് നമ്മുടെ സബ് കോൺഷ്യസിലായി പോകും, നമ്മൾ ആ ഡയലോഗിൽ ഫോക്കസ് ചെയ്യും. അങ്ങനത്തെയൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റ് ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ കുറച്ച് കഴിയുമ്പം മഴയുടെ സൗണ്ട് തന്നെ നമ്മുടെ സബ് കോൺഷ്യസിൽ ഈ മഴ എങ്ങനെയായിരിക്കും പെർസീവ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടാണ് JDയും അനിലും ഇതിനകത്തെ മഴയുടെ സൗണ്ടൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ആ വർക്ക് പിന്നെ സിങ്ക് സൗണ്ട്, ഇത്രയും മഴയൊക്കെ നടക്കുമ്പം ഇവരുടെ ഓരോ ഇമോഷൻസും ഭയങ്കര ഇമോഷണലായ സീനിലെ പോലെ ഓരോ ശ്വാസം പോലും നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ അവർ അത്രത്തോളം എഫേർട്ട് എടുത്ത് ചെയ്യുന്നത്, അതൊക്കെ റെക്കഗ്നൈസ് ചെയ്യുന്നത് കാണുമ്പം വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു മാം, താങ്ക് യു ക്രിസ്റ്റോ. ഒരുപാട് നന്ദി സിനിമയെ പറ്റി സംസാരിച്ചതിന്, നല്ല സിനിമ ഉണ്ടാക്കിയതിന് താങ്ക് യു. എല്ലാവരും കണ്ടതല്ലേ? എല്ലാവരും കണ്ടല്ലോ. ഒരാൾ അല്ലെന്നോ ആണെന്നോ പറയാതെ ഇരിക്കുന്നു. കണ്ടതാണോ? അങ്ങനെയാണോ? കാണണം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്.